തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തെ തുടർന്ന് 8 വീടുകൾ പൂർണ്ണമായും തകർന്നുപോയെന്ന് നഗരസഭാ കൗൺസിലർ സുധാ സുരേഷ്. 150ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടും വന്നു. പ്രദേശത്ത് ഇതുവരെ വൈദ്യുതി ബന്ധം കിട്ടിയിട്ടില്ല. പ്രദേശവാസികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുമെന്നും കൗൺസിലർ പറയുന്നു. ഇന്നലെ അപേക്ഷകൾ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അത് സമയം തികയാത്തതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ്. കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പ്രാഥമിക കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഉണ്ടെങ്കിലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഡോറില്ലാത്ത കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങി സമാധാനമായിട്ട് പുറത്തിറങ്ങി പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മുടെ അസോസിയേഷൻ്റെ ഒരു യോഗം കൂടുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം. കാരണം കൊച്ചു കുട്ടികളടക്കം ഈ ഭയങ്കര സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൊച്ചു കുട്ടികളടക്കം പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്കൂളിൽ പോകാൻ പറ്റാത്ത പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പോഴും. ഈ ചൂരക്കാട് വലിയ സങ്കടമാണ് നാട്ടുകാർക്ക്. 125 പേരാണ് ഇതുവരെ നഷ്ടപരിഹാരത്തിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. സ്ഫോടനത്തിൻ്റെ കാരണം കണ്ടെത്താൻ വിദഗ്ധ സംഘവും സ്ഥലത്തെത്തിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന. പരിശോധന നടത്തുവർ. വിനീത വിജയ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുന്നു, ചൂരക്കാട്ട് നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു ദുരിതത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിനോടകം തന്നെ 8 വീടുകളാണ് ഇവിടെ പൂർണ്ണമായും തകർന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും വിഷമം എന്ന് പറയുന്നത് കഴിഞ്ഞ സമയത്തൊക്കെ നമ്മളുമായി സംസാരിച്ച് 2-3 പേർ പറഞ്ഞു അവർ പുതിയതായി വീട് നിർമ്മിച്ചതാണ്. അവരുടെ വീടിന്റെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീടിന്റെ ഗ്ലാസും അതോടൊപ്പം തന്നെ മതിലൊക്കെ പൂർണ്ണമായും തകർന്നൊരു അവസ്ഥയുണ്ട്. ഇങ്ങനെ 8 വീടുകളാണ് പൂർണ്ണമായും ഈ മേഖലയിൽ തകർന്നത്. ഒപ്പം തന്നെ 150ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 3 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ പാചകം ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ട്, അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. വൈദ്യുതി ഇനിയും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. വെള്ളം അതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ടാങ്കുകളൊക്കെ തന്നെ ഈ സ്ഫോടനത്തിൽ പൊട്ടിപ്പോയിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് തന്നെയാണ് കൌൺസിലറൊക്കെയായി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്. എന്താണെങ്കിലും ഇന്ന് വൈകിട്ടോട് കൂടി ഇവിടെ ഒരു യോഗം ചേരുന്നുണ്ട്. കൌൺസിലറുടെ മറ്റും നേതൃത്വത്തിൽ തന്നെയാണ് യോഗം ചേരുന്നത്. ഈ ആളുകളുടെ ആശങ്കകളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിക്കുന്നതിന് കൂടിയാണ് ഈ യോഗം ചേരുന്നത്. ഇപ്പോൾ കൌൺസിലർ നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. എങ്ങനെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ? ഇന്ന് വൈകിട്ട് യോഗം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശങ്കയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുള്ള ദിവസമാണ്, അവർക്ക് ഓഫീസുകളിൽ പോകേണ്ടതായിട്ടുണ്ട്. പല വീടുകളിലും വെള്ളമില്ല, വൈദ്യുതി ഇല്ല, ബാത്റൂമിലൊക്കെ പോകുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു കുടുംബം മൊത്തമായിട്ട് പോയേക്കണ അവസ്ഥയാണല്ലോ ഓരോരുത്തർക്കും. ഒരു സുപ്രഭാതത്തിൽ കുടുംബം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ അടുത്ത് തന്നെ കൌൺസിൽ തീരുമാനമെടുത്ത് ഇവർക്ക് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. നഷ്ടപരിഹാര തുക സംബന്ധിച്ചും ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട്. അത് എത്രയും വേഗം നൽകണമെന്നാണ് പലരും പറയുന്നത്. കാരണം ഇനി ഈ വീടുകളിലേക്ക് അവർക്ക് തിരികെ താമസിക്കണമെങ്കിൽ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ അറ്റകുറ്റപ്പണി കൊണ്ട് ഒതുങ്ങും തോന്നില്ല. പല ബിൽഡിങ്ങിന്റെ അടിത്തട്ടാണ് ഇളകിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് അറ്റകുറ്റപ്പണി കൊണ്ട് അത് നിർത്താൻ പറ്റും തോന്നണില്ല. എന്നാലും നമുക്ക് വന്ന വഴിക്ക് നമുക്ക് നോക്കാം. കാരണം എത്രയും പെട്ടെന്ന് തീരെ കുടുംബങ്ങൾ പോയേക്കണത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത നടപടി. കൌൺസിലറുമായി ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ആശങ്ക പരിഹരിക്കും? ഇന്നലെ അതിനുവേണ്ടി സംസാരിക്കണം നേരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് എന്താണെങ്കിലും അതിനുള്ള മീറ്റിംഗ് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പം തന്നെ പല വീടുകളിലും അവർക്ക് ഭക്ഷണം പോലും രാവിലെ ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അവർക്ക് നമ്മൾ ഭക്ഷണം എത്തിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ? രാവിലെ ഫുഡ് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഉച്ചയ്ക്കുള്ളത് നോക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്താണെങ്കിലും കിടപ്പാടോ പോയല്ലോ, അന്നത്തിന് നമുക്ക് മുട്ടുവരുത്താൻ പാടില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. തീർച്ചയായും എസ്കേൻ ഇങ്ങനെ കൌൺസിലറുടെയും മറ്റു പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ മേഖലയിൽ ഇപ്പോഴും ഇങ്ങനെ ഒരുക്കുകയാണ്. അവർക്ക് ഭക്ഷണത്തിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ്. ഈ പൊളിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തുതന്നെയാണെങ്കിലും ആളുകൾക്ക് ഇന്നും ഈ അപേക്ഷ നൽകുന്നതിനുള്ള സംവിധാനമുണ്ട്. ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു യോഗം ചേരുന്നുണ്ട് കൌൺസിലറുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിൽ അവർക്ക് പങ്കെടുത്ത് അവരുടെ ആശങ്കകളും മറ്റും അവർക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം കൂടി തേടാവുന്നതാണ്. ഓക്കെ, വിനീത വിജിയാണ് തൃപ്പൂണിത്തുറ ചൂരക്കാട്ട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ചൂരക്കാട്ടെ കുറിച്ച് അധികം ആൾക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. വല്ലാത്ത സ്ഫോടനമാണ് അവിടെ നടന്നത്. അവരുടെ ജീവിതത്തിനും വല്ലാത്ത കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്രയും വേഗം കോർപ്പറേഷൻ അത് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.